പരിപാടിയിലേക്ക് സ്വാഗതം. ദേശഭക്തിയെ പറ്റിയും അതിന്റെ പരിശുദ്ധമായ വശങ്ങളെ പറ്റി സംസാരിച്ച നമ്മുടെ സ്വന്തം ഇന്ത്യൻ താത്തയെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും വിദ്യാർത്ഥിയാണോ എന്നല്ലേ? കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ. ദാണ്ട മെനിങ്ങാന്ന് മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയേ ഉള്ളൂ. നിയമപ്രകാരം PG അഡ്മിഷന് പ്രായപരിധിയില്ല. എന്തായാലും ചർച്ചകൾ നല്ലല്ലേ, നടക്കട്ടെ. പക്ഷേ എൻ്റെ വിദ്യാലയം എന്നെ പഠിപ്പിച്ചത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽ രാജ്യത്തെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും വേണമെന്നാണ്. പിന്നെ ഊക്ക് വാരി കൂടി കൊടുക്കുന്നതിൽ നമ്മളങ്ങനെ ഭാഷാ വേർതിരിവ് കാണിക്കാറില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ അതിർത്തി പുതുക്കൽ സൗഹൃദ സംരക്ഷണ പരിപാടികൾക്കായി ഞാൻ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരുന്നു. നിന്റെ വർത്തമാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിച്ചു നീട്ടാതെ ഒന്ന് ചുരുക്കി പറയാവോ? ഇതാ പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു അതിനും വിശദീകരണം. നീ നിന്റെ സ്റ്റൈലിൽ തന്നെ സംസാരിച്ചു. അങ്ങനെ വഴിക്കുക. അതായത് ഈ ഇടയ്ക്ക് ഒരു പ്രമുഖ നടി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ 8 മണിക്കൂർ കോൺട്രാക്ടർ 8000 കണ്ടീഷനും വെച്ചിട്ട് ഞാൻ വേണോ തന്റെ വാശി വേണോ എന്ന് ചോദിച്ചപ്പോൾ നീ വേണ്ട എന്ന് പറഞ്ഞൊരു മഹാമനുഷ്യനുണ്ട്. ജീവിതത്തിൽ അഭിനയിക്കാത്ത മഹാപ്രതിഭയുടെ ഫിലിമോഗ്രഫിയിലുള്ള സിനിമകളെല്ലാം MG യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സിലബസ് ഇട്ടവർ നമ്മുടെ അണ്ണാക്കിലേക്ക് തള്ളിത്തന്ന ഫെമിനിസ്റ്റ് തിരികളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് സിലബസിൽ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പഠിക്കുന്നതെങ്കിലും അവിടെയും യാന്ത്രിക ജീവിതം നയിച്ച സ്ത്രീജനങ്ങളുടെ കഥ വിളമ്പുന്ന പോലെ സിനിമയായിട്ടും കഥയായിട്ടും യാതൊരു ബന്ധമില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ നായകന്മാർ ചിരിച്ചാലും ചരിഞ്ഞാലും മറിഞ്ഞാലും തിരിഞ്ഞാലും ഷോവിനിസം തുപ്പുന്ന നല്ല ഒന്നന്തരം ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ്. സമൂഹത്തിൽ നടക്കുന്നത് അദ്ദേഹം സിനിമയിൽ കാണിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഉത്തമമായ സാമൂഹിക ബോധവും സത്യസന്ധതയുമായിരിക്കണം അദ്ദേഹത്തിനെ ബംഗാളികളുടെ മണ്ണിൽ വരെ എത്തിച്ചത്. വികസനം എന്ന് പറഞ്ഞ പ്രഹസനം എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനതയുടെ ഒരേ ഒരു മെഗാസ്റ്റാറിന് അതേപോലൊരു സിനിമ ചെയ്യണമെന്ന് തോന്നിയതും അതുകൊണ്ടായിരിക്കും. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ സിനിമ നമ്മുടെ സ്വന്തം ബംഗാളി മെഗാസ്റ്റാർ ഷാക്കിബ് ഖാൻ സാറിന്റെ ബൊർബാദ് അഥവാ ബംഗാളി ആനിമൽ. പടത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചെറിയ ചരിത്രം പറയാം. Okay, now promise you won't like freak out and say how great this is until I'm done, okay? Okay. അതായത് ഈ സിനിമ ബംഗ്ലാദേശി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള സിനിമയാണെന്നാണ് വെപ്പ്. I told you not to do that yet. ഉള്ള ചതയും കൂടെ എല്ലാം കൂടെ വാരി എടുത്ത് മെഗാസ്റ്റാർ നേരെ സെൻസർ ബോർഡ് ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് A സർട്ടിഫിക്കറ്റ് തരണമെന്ന്. അപ്പൊ സെൻസർ ബോർഡ് പറഞ്ഞു, ശരി, ഒരു U സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തരും. എന്തായാലും പോരാടി നേടിയ യൂണിവേഴ്സൽ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മുടെ മെഗാസ്റ്റാർ പുതിയൊരു അവതാരമായി ജനനം കൊണ്ട് ഈ അമരകാവ്യത്തിലേക്കുള്ള കവാടം 8 ദിക്കും കേൾക്കുന്ന വെച്ചാൽ ഞാനിതാ തുറന്നു പിടിക്കുന്നു. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു കണക്ക് വാദിയാർ കണക്ക് ക്ലാസ് എടുക്കുകയാണ്. എടുക്കുന്നത് കണക്കാണെങ്കിൽ ഇങ്ങനെ ആശയവിനിമയത്തിലുള്ള അക്ഷരസ്ഫുടത കേട്ട് കഴിഞ്ഞാൽ കോരി തരിച്ചു പോകും. y plus equal to plus and minus equal to plus and plus minus equal to minus. വാലെ പിടിച്ച് പോയില്ലേ വാലും തുമ്പോൾ മനസ്സിലാവില്ലെന്ന് മനസ്സിലായ പിള്ളേർ അത് ശ്വാസം വിടാതെ എഴുതിയെടുക്കും. പക്ഷേ എല്ലാ ക്ലാസ്സിലും ഒരു കുട്ടിയാണല്ലോ നമ്മുടെ ഈ മഹാപുരുഷന്മാരുടെ ജീവചരിത്രത്തിലൊക്കെ ഉള്ള പോലെ ക്ലാസ് മൊത്തം ഒരു വഴിക്ക് പോകുമ്പോൾ പെരുവഴിക്ക് പോകുന്ന പെരിയ വഴിക്ക് പോകുന്ന ഒരു മഹാപുരുഷൻ. അതേപോലെ നമ്മുടെ നായകൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരല്ല, മറിച്ച് മാത്സ് ക്ലാസ്സിൽ ഗ്യാസ് അടിക്കാതെ കിസ് അടിക്കാൻ പോയ ഈ മന്മത കുഞ്ചി ആനിമലാണ്. ഇവൻ എന്തിനാ ഇത് ചെയ്തതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അത് ആരെങ്കിലും അവനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ. പറയടാ. കാണിച്ചത് പച്ച തന്തയില്ലായ്മയാണെന്ന് പറയണമെന്നുണ്ടെങ്കിലും അതൊക്കെ ഇവന്റെ തന്ത ഏതാ മുതലെന്ന് കാണുന്നവരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആനിമൽ കുത്തിയ കുത്തിൽ ചോര വാർന്ന് പ്രൊഫസർ കണക്കുകളില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായി. അതിന്റെ കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തുകൊണ്ട് നമ്മുടെ വാദ്യാരുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് അപേക്ഷിക്കും നമ്മുടെ ആനിമലിന്റെ ഡാഡി. ഭൂമിയോളം താഴ്ന്ന മകന് വേണ്ടി അപേക്ഷിക്കുമ്പോഴത്തേക്ക് ആ പെണ്ണുപിള്ള ഏതാണ്ട് ബംഗാളി തെറി പറയും. മോനെ രക്ഷിക്കാൻ പൊങ്കാല എന്ന് പറയുമ്പോൾ മുക്കാബല എന്നാ. പിന്നെ എന്ത് ചെയ്യാൻ, നമ്മുടെ ആനിമലിന്റെ ഡാഡിയും തിരിച്ച് തെറി പറയും. ഇയാള് വൃത്തിയുടെ പറയാൻ തുടങ്ങിയ കൊല്ലാൻ കൊന്നു കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. അത് ശരിയാ. ടൊമാറ്റോ സോസ് തെറിക്കുന്ന പോലെ അല്ലേ ചോരക്കളി. കളി കഴിഞ്ഞിട്ട് ഒരു കുളി പോലും പാസ്സാക്കാതെ ഉറങ്ങി കിടക്കുന്ന മോന് ഉമ്മ കൊടുക്കാനായിട്ട് ഓടിയ ഈ തന്തയുള്ളപ്പോൾ തന്തയില്ലായ്മ എന്താണെന്ന് ഈ കൊച്ചു ആനിമലിന് അറിയാത്തതിന് അവനെ കുറ്റം പറയാൻ പറ്റുമോ? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. ഈ തന്ത വളർത്തിയോണ്ട് തന്നെ നല്ല സൽസ്വഭാവിയാണ് നമ്മുടെ നായകൻ. വെള്ളമടിയില്ല, പിന്നെ പുകയടിക്കുമെന്ന് പറഞ്ഞ് അടുപ്പിന്റെ ഒന്നും അടുത്തോട്ട് പോലും പോകാറില്ല. പിന്നെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഹെഡ്, വിമൻ സെക്യൂരിറ്റി സെൽ ചെയർമാൻ, അങ്ങനെ എത്ര പദവികൾ. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി കിടന്നിട്ടുണ്ട്. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴനിയാണ്ടവന് നേർച്ച നടന്നിരിക്കുന്നുണ്ട്. അവിടെ ഇരുമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയത്തൊക്കെ എയർപോർട്ട് സെക്യൂരിറ്റി പിടിച്ചു നിർത്തും. പക്ഷേ അതൊക്കെ അങ്ങ് ആകാശത്തെ കാര്യം. നാട്ടിലെ റോട്ടിൽ ഒരു പട്ടി ആനിമലിനെ പിടിച്ചു നിർത്താൻ ധൈര്യപ്പെടാറില്ല. ഇനി ആരെങ്കിലും പിടിച്ചു നിർത്തിയാൽ തന്നെ
കരഞ്ഞ് കിടന്ന് മെഴുകിയിട്ടാണ് പറഞ്ഞു വിടാറ്. ഇതൊക്കെ പറയാൻ കാര്യം ആ രാജ്യത്ത് ഭരണത്തിലാരാണെങ്കിലും രാജ്യം ഭരിക്കുന്നത് നമ്മുടെ ആനിമൽ സാറും അങ്ങേരുടെ ഡാഡിയും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ആനിമൽ സാർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കുലീന പ്രവർത്തികളുടെ ഭാഗമായിട്ട് ഒരു പാവം സ്ത്രീയുടെ കൂടെ നാടോടി നൃത്തം അഭ്യസിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം കടന്നു വരുന്നത്. നീതു എന്നാണ് അവളുടെ പേര്. അപ്പോൾ നീതു ചോദിക്കും, ഇങ്ങനെ ചുമ്മാ കിടന്ന് കുത്തിമറിയാതെ ഉള്ള കാശിന് 10 പേർക്ക് ചാരിറ്റി ചെയ്തുകൂടെയെന്ന്. പിന്നെ നമ്മുടെ നീതു ആക്ച്വലി ഡോർ ടു ഡോർ എക്സിക്യൂട്ടീവിനെ പോലെയാണ്. പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന പോലെ തിന്നാൻ വകയില്ലാത്ത പിള്ളേരുടെ ഫോട്ടോ കാണിച്ച് കാശ് ചോദിക്കും. ആനിമൽ ആണെങ്കിൽ ഒരു ഉമ്മയ്ക്കുള്ള സ്കോപ്പും കാണുന്നുണ്ട്. അതപ്പോൾ വെറുതെ കളയണ്ടല്ലോ. 10 കാശ് സംഭാവന വെച്ചപ്പോൾ 15 പെട്ടിയിലെ 10 കോടി രൂപയും നിനക്കാണെന്നും പറഞ്ഞ് തുറന്ന് കാണിക്കും. Thank you very, very, very much. Thank you. എന്തായാലും ആനിമലിന് അവിടെ തൊട്ട് പ്രണയം അങ്ങോട്ട് പൂവിട്ട് തളർത്ത് വളരാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം ചേച്ചിയെ കാണാനായിട്ട് ചേച്ചിയുടെ ഓഫീസിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കൈ കൊണ്ട് ഒരു ആംഗ്യം കാണിക്കും. 2 തവണ സ്നാപ്പ് ചെയ്തിട്ട് ഇടത്തോട്ടും വലത്തോട്ടും വിരലിട്ട് ആട്ടിയിട്ട് ഒരു സെൻറ്റർ സ്വൈപ്പ് ചെയ്താൽ അതിനർത്ഥം മൂക്കിപ്പൊടി കൊണ്ടുവരാനാണ്. ഇതടിച്ച് മണ്ടേ കയറുമ്പോൾ നമ്മുടെ ആനിമലിന് ചേച്ചിയെ കുറച്ചുകൂടെ സുന്ദരിയായിട്ട് തോന്നും. അങ്ങനെ പ്രണയത്തിൻ്റെ പടുകുഴിയിൽ അണ്ണൻ കുറേ വെകിളിത്തരങ്ങൾ കാണിച്ചു കൂട്ടും. ഫുൾ ടൈം ഹൈ ആയതുകൊണ്ട് ചേച്ചിയുടെ മുഖത്തെ പേടിയൊന്നും ആനിമൽ കാണുന്നില്ല. ആനിമൽ ഇങ്ങനെ ചേച്ചിയെ കണ്ണൊക്കെ കെട്ടി ഇങ്ങനെ പുറത്തോട്ട് ദ ലാസ്റ്റ് ടൈം an innocent woman was hijacked by a wealthy cracknut. The film got banned in India. എന്ത് ചെയ്യുന്നു? ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ആനിമലിനെതിരെ ഒരു അറ്റാക്ക്. അത് ഇച്ചിരി ബ്രൂട്ടൽ ഫൈറ്റ് ആണ് കേട്ടോ. അതായത് അപകടം ദൂരെ നിന്ന് മണത്തപ്പോൾ തന്നെ ചേച്ചിയെ റോൾസ് റോയ്സ് കയറ്റി ഇരുത്തിട്ട് അണ്ണൻ വീണ്ടും വിരൽ വെച്ചൊരു കോപ്രായം കാണിക്കും. പക്ഷേ ഇത് മറ്റേ പൊടിതാട എനിക്ക് അടിക്കണമല്ല, മാറിപ്പോടാ എനിക്ക് ഒറ്റയ്ക്ക് അടിക്കണം എന്നുള്ളതാണ്. ആനിമൽ വിരൽ കാണിച്ചതും ബോഡി ഗാർഡുകൾ മാറി നിൽക്കും. അണ്ണൻ അപകടത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അതാ ഒരുവൻ തോക്ക് വെച്ച് വെടിവെക്കുന്നു. അണ്ണൻ ഉടനെ ഒരു വെള്ളി പ്ലേറ്റ് എടുത്ത് മുന്നിൽ പിടിക്കും. ആ വെടി വെക്കുന്നവന് ഏതാണ്ട് കുരുവി കണ്ണിലോട്ട് അമ്പ ചെയ്യുന്ന അർജുനെ പോലെ ആ വെള്ളി പ്ലേറ്റിൽ തന്നെ വെടിവെച്ചോണ്ടിരിക്കും. ഡേ നീ അവനെ കൊല്ലാൻ വന്നല്ലേ? അപ്പോൾ അവൻ അത് പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആദ്യം വന്നവൻ്റെ കയ്യിൽ മാത്രമേ തോക്കുള്ളൂ. അതായത് ആനിമലിൻ്റെ കയ്യിൽ ഒരു കോപ്പും ഇല്ലാതിരുന്ന സമയത്ത് അവന്മാർ തോക്കുമായിട്ട് വന്നു. ആനിമൽ അങ്ങേറെ തങ്കത്തിൽ പോയി തോക്കെടുത്തപ്പോഴത്തേക്ക് അവന്മാർ തോക്കിനെ നേരിടാനായിട്ടുള്ള ഒരു കിടിലൻ സാധനമായിട്ട് വരും. കോഡാലി. ആ പ്ലാൻ എന്തായാലും വർക്കായി. അവന്മാർക്കല്ല, ആനിമൽ. ആദ്യം വന്നവനെയൊക്കെ വെടിവെച്ച് കൊന്നു. പിന്നെ വന്നവനെ കോടാലി വെച്ച് വെട്ടിക്കൊന്നു. അങ്ങനെ ആനിമൽ ഈ എല്ലാവരും വെടിവെച്ച് കൊന്നു കഴിഞ്ഞ കാരണം അപ്പോൾ യവൻ തോന്നുമ്പോൾ ആളെ കൊല്ലുന്ന കഞ്ചാവ് അടിക്കുന്നതൊക്കെ അവൻ്റെ തന്തയുടെ കാശിലാണ്. അല്ലാതെ അണ്ണന് സ്വന്തമായിട്ട് ജോലിയും കൊല്ലിയൊന്നുമില്ല. അപ്പോൾ യവൻ കാണിക്കുന്ന പോക്കര തരത്തിൻ്റെയൊക്കെ ബില്ലടച്ച് സെറ്റിൽ ചെയ്യാനാണ് ഇങ്ങേറെ ഡാഡിയുടെ മുഖ്യ തൊഴിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങേറെ ഡാഡി അവനെ എഴുതി തള്ളിയാലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഭവം നടക്കുന്നത്. ഒരു തന്ത വയ്യാത്ത മോനെയും ചുമന്നുകൊണ്ട് സിഗ്നലിൽ പിച്ച് എടുക്കാൻ വരും. നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഒന്നിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഓടിച്ചു വിടും. പക്ഷേ അങ്ങേർക്ക് അതൊരു ഗുണപാഠമായിരുന്നു. അതായത് ഈ തന്ത ബെഗറേയും വയ്യാത്ത മോൻ ബെഗറിനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഒരു അച്ഛൻ മകനെ എപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കണമെന്ന്, അവൻ എത്ര വയ്യാത്തവനാണെങ്കിലും. നട്ടുച്ചയ്ക്ക് പിച്ചക്കാരനൊക്കെ കണ്ട് ബോധോദയം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനിയോഗമല്ല, എന്താ പറയുക. അപ്പോൾ പക്ഷേ ഇവൻ്റെ പോക്കർ തരത്തിന് കൂട്ട് നിൽക്കണമെന്നുള്ളത് തന്തയുടെ വിധി. പക്ഷേ അതേ തലയിലെഴുത്ത് ഇങ്ങേറെ മാമനില്ലല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു 1000 കോടി സ്വത്താണുള്ളത്. അതിനകത്ത് ഈ ആനിമൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയേ അങ്ങേർക്ക് കിട്ടൂ. അപ്പോൾ നമ്മുടെ ആനിമൽ ഇത്രയും കാലം കുറച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണ് പിടിച്ച് ദാളി തൂളി കളിച്ച് കുറച്ച് പൈസ പോയിട്ടുണ്ട്, ഒരു 700 കോടി. അപ്പോൾ ആനിമൽ ജീവിച്ചിരിക്കുമ്പോഴേ ചിലവുള്ളല്ലോ. അപ്പോൾ 800 കോടി ആവാതിരിക്കാൻ ആനിമലിനെ തട്ടാനായിട്ട് ഇങ്ങേരാണ് മറ്റേ കോടാലിക്കാരെ വിട്ടത്. അപ്പോൾ കാശ് കൊടുക്കുന്ന പെരിയ ഡാഡി ആണെങ്കിൽ അതിൻ്റെ ബില്ലൊക്കെ അപ്രൂവ് ചെയ്ത് വിടുന്നത് നമ്മുടെ മാമനാണ്. അപ്പോൾ ഇതിവിടെ നടക്കുമ്പോൾ നമ്മുടെ ആനിമൽ ഡെയിലി ചെന്ന് ചേച്ചിയെ പണിയെടുക്കാൻ സമ്മതിക്കാതെ ക്ലൈൻറ്റ് മീറ്റിങ്ങിന് ഇടയിൽ നിന്ന് വരെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് കാരണം മാനം മര്യാദയ്ക്ക് നടന്നിരുന്ന ഒരു ഓഫീസ് ഇവൻ കയറി ഇറങ്ങി തറവാട് പോലെയാക്കി. അപ്പോൾ നമ്മുടെ ഓഫീസ് മുതലാളി നേരെ ചെന്ന് മാമനോട് പറയും, ഒരു 2 കോടി രൂപ നഷ്ടം വന്നത് തരണമെന്ന്. 700 നിന്ന് 702 കോടി മാമനെ സഹിക്കുമോ? പക്ഷെ നമ്മുടെ ഓഫീസ് മുതലാളി പറയും എമൗണ്ട് ചെക്കായിട്ട് വേണ്ട, ക്യാഷ് ആയിട്ട് മതിയെന്ന്. ചോദിച്ചാ കൊടുക്കണം സാർ, അതാ അതിനൊരു മര്യാദ അല്ലേ? കൊടുത്തേക്കാം. കാശ് മേടിച്ച് ചെന്നു, കാരണം തടിയും മേടിച്ച് പോകുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. അപ്പോൾ കാശ് കിട്ടാത്തതിൻ്റെ തണത്തിൽ ഇവൻ ചേച്ചിയെ പിടിച്ച് നിർത്തിട്ട് ഏതാണ്ട് വായിക്കൊള്ളാത്ത കുറേ അപരാധങ്ങൾ വിളിച്ച് പറയും. പേ പിടിച്ചാൽ അങ്ങേര് പറഞ്ഞ ഡയലോഗുകളിൽ ഒരു മുഖ്യ ഡയലോഗാണ് അവൻ നിന്നെ ഉപയോഗിക്കുകയല്ലേ എന്ന്. കാര്യം ഇത് പച്ചയായ സത്യമാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാമോ? ഇത് നമ്മുടെ ആനിമൽ അറിഞ്ഞു. ആനിമൽ ഉടനെ ഒരു പട്ടിത്തൊടലും മേടിച്ച് അവനെ കെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ചേച്ചിയുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പറയടാ പട്ടി സോറി എന്ന്. അതുവരെ സഹിച്ചു നിന്ന് ചേച്ചി സത്യം പറയും. എടാ വെകിളിത്തലയാ പിഞ്ഞാണി മോറ മൂക്കിപ്പൊടി വലിച്ച് നടക്കുന്ന നിന്നെ എനിക്ക് വേണ്ട. ചേച്ചി മാന്യായതുകൊണ്ട് അതിൽ നിർത്തി. ഞാൻ വല്ലതായിരുന്നേ പറഞ്ഞേനെ. ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. എന്തായാലും ആനിമൽ ഇത് കേട്ട് ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങി വീട്ടിൽ ചെന്നിരുന്ന തബല കൊട്ടുമ്പോൾ അങ്ങേരുടെ അസിസ്റ്റന്റ് ഗ്ലൂക്കോസ് പൊടി കൊണ്ടുവന്ന് മേശയിൽ വിതറും. അണ്ണ ഒറാങ്കൊട്ട മഞ്ഞപ്പൊടി വലിച്ചെടുക്കുന്ന പോലെ അത് മൊത്തം വലിച്ചെടുക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റ്. പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ഓടുന്നു, അണ്ണൻ ഞെട്ടുന്നു. അരിപ്പൊടി തന്നു പറ്റിക്കാൻ നോക്കുന്നുണ്ടോ? എന്തായാലും ആനിമൽ ഡ്രഗ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. അവിടെ വെച്ച് ഭ്രാന്തനായ അണ്ണന് VFX പൂങ്കാവനത്തിൽ കഞ്ഞി വാരി കൊടുത്ത് ചേച്ചി കാമാക്കും. അപ്പോൾ എന്തായാലും ആനിമലും ചേച്ചിയും സെറ്റായി. പക്ഷേ സെറ്റായി കഴിയുമ്പോഴാണ് നമ്മൾ ആക്ച്വലി കുറേ കലിപ്പൻ്റെ കാന്താരി വൈബ് കാര്യങ്ങൾ കാണുന്നത്. അതായത് ചേച്ചി ആനിമലിന് കഞ്ഞി വാരി കൊടുക്കുമ്പോൾ പണ്ടത്തെ ഏതോ കമ്പിക്കഥയിലെ തോഴി അണ്ണനെ കാണാനായിട്ട് വരും. അണ്ണൻ മാന്യനായതിൻ്റെ ഭാഗമായിട്ട് ചെന്നൊരു ഹഗ് കൊടുക്കും. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അന്യെ കാണാനില്ല. അന്യ പൊസസീവ്നെസ് അടിച്ച് വീടിൻ്റെ കഥ അടച്ച് മുറിക്കകത്ത് കയറിയിരിക്കും. നമ്മുടെ ആനിമൽ പുറകെ വന്നിട്ട് കാല് പിടിച്ച് പറയും ഡോറ് തുറക്കാൻ. പക്ഷേ ചേച്ചി കേട്ടില്ല. അപ്പോൾ അണ്ണൻ പറയും ഡോറ് തുറന്നില്ലെങ്കിൽ ഞാൻ വെടിവെച്ച് ചാവുമെന്ന്. പെട്ടെന്നൊരു വെടിയൊച്ച കിട്ടും.
പേടിച്ചു പോയോ മോളുസേ? ഇനി ഇങ്ങനെ തമാശ കാണിച്ചാൽ ഞാൻ സ്വയം വെടിവെച്ച് മരിക്കും. എന്തൊരു നിഷ്കളങ്കമായ പ്രേമം. പക്ഷേ ഇത് മാത്രമല്ല, ആരെങ്കിലും ചേച്ചി അപമാനിച്ചാലും അണ്ണൻ അത് സഹിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസ് പാർട്ടിയിൽ വെച്ച് ഒരുത്തം പറയും ചേച്ചിക്ക് തീരെ കൾച്ചർ ഇല്ലെന്നും അങ്ങേര് മൂത്രം ഒഴിച്ചാൽ അതിൽ നിന്ന് ഇതേപോലെ കുറെ പെണ്ണുങ്ങൾ വരുമെന്നും. നിങ്ങളിപ്പോൾ ആലോചിക്കും ഇത് എന്ത് ഡയലോഗാണെന്ന്. പക്ഷെ അവൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞാലല്ലേ അണ്ണൻ ഒരു പ്രത്യേകതരം പ്രതികാരം ചെയ്യാൻ പറ്റൂ. പെടുക്കാനായിട്ട് വെടിയും വെച്ചോണ്ട് വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഡോൺ ആയിരിക്കും ഇങ്ങേര്. അപ്പോൾ നമ്മുടെ ആനിമൽ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ കൂത്താടി ചെലവാണ്. ഇതിന്റെ കൂടെ ചേച്ചി ആനിമലിന് കഞ്ഞി വാരി കൊടുക്കുന്ന കാശും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഓടി നടന്ന് മേടിച്ച് തള്ളുന്ന ഓടിയുടെ കാശും എല്ലാം കൂടെ 300 കോടി 3 ദിവസത്തിൽ തീരും എന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും നമ്മുടെ മാമനും മൂത്രേശ്വരനും കൂടെ ചേച്ചിയെ കാച്ചാൻ ആളെ വിടും. കാര്യം അവർ പിസ്റ്റൾ വെച്ചാണ് വെടിവെക്കുന്നതെങ്കിൽ ഒരുമാതിരി ഇക്കിളി എടുത്ത പോലത്തെ എക്സ്പ്രഷനാണ് ചേച്ചി ഇടുന്നത്. എന്തായാലും ആനിമൽ നമ്മുടെ ചേച്ചിയെ പൊക്കി എടുത്തുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അവിടെ ഹൈലി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ICUയുടെ മുന്നിലിരുന്ന ആനിമൽ ലാവിഷായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ബോധമില്ലാത്ത സിസ്റ്റർ വന്ന് ഒബ്ജക്റ്റ് ചെയ്യും. ചേച്ചിക്ക് സിഗരറ്റ് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ഫിലോന്ത്രോപ്പിസ്റ്റ് ആനിമൽ ആ സിഗരറ്റ് ചേച്ചിക്ക് കൊടുത്തിട്ട് ഉടനെ തന്നെ വേറൊരു സിഗരറ്റ് എടുത്ത് വലിക്കും. സിഗരറ്റ് കിട്ടിയില്ലേ, പോ. പക്ഷെ വലിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വലിപ്പിക്കാൻ നോക്കിയവരെ CCTV വെച്ച് പൊക്കും. ഇനി നടക്കാൻ പോകുന്ന സീനുകൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് 2023 18 വയസ്സോ അതിന് മുകളിലോ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആനിമൽ ഒരു വലിയ വാളുമായിട്ട് റൂമിലോട്ട് കയറി ചെന്നിട്ട് ഒരുത്തൻ്റെ കഴുത്തൊരു മാതിരി ചക്ക അറക്കുന്ന പോലെ കറുമുറ എന്ന് അറുത്ത് തള്ളും. ഇത് കണ്ട് മറ്റവൻ പേടിക്കും. മറ്റേ ജഗ്ഗുബായി മീനത്തിൽ താലിയിട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തന്നെ ഞാൻ ഇവിടെയും പറയാം. ഇതിപ്പോൾ ഞാൻ കോൺടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇത് കൊലപാതകമാണെന്ന്. അല്ലാതെ ഇങ്ങനെ എക്സ്പ്രഷനും ചോരയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരുത്തനെ കൊന്നപ്പോൾ ആനിമലിന് ഓർഗാസ്മിക് റിലീഫ്. എന്നിട്ട് അടുത്തവനെയും തട്ടും. ചപ്പരൂപരാന്ന് വെട്ടിയിട്ട് അവൻ്റെ തല നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആനിമൽ അവൻ്റെ ഫോൺ എടുത്ത് മാമന് മെസ്സേജ് അയക്കും, ഞങ്ങൾ പ്രശ്നത്തിൽപ്പെട്ടു, ഓടി വരണമെന്ന്. ചെയ്തുകൊണ്ടിരുന്ന പണിയും കളഞ്ഞ് ഓടി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. പണി പാളി. ആനിമലിന് എന്തായാലും വെർട്ടിക്കൽ കട്ടൊക്കെ ബോറടിച്ചു. ഇനിയിപ്പോൾ ഹൊറിസോണ്ടൽ വെട്ട്. രണ്ടായ മാമനെ തുന്നി ചേർത്തുകൊണ്ട് പൊതുദർശനത്തിന് വെച്ച് കൊടുത്തിട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ വന്ന് മാമൻ്റെ ഭാര്യയെ ചെന്ന് ആശ്വസിപ്പിക്കും നമ്മുടെ രൺബീർ കപൂർ, നമ്മുടെ മെഗാസ്റ്റാർ ഷാക്കിബ് സാർ. അപ്പോഴാണ് ആനിമലാണ് കൊന്നതെന്ന് അവിടുത്തെ ഡാഡിക്ക് പോലും മനസ്സിലാവുന്നത്. ബംഗ്ലാദേശിലെ നെറ്റ്ഫ്ലിക്സ് ഒന്നും ഇല്ലേടി. ഇവിടെ നസീർ മരിച്ചറിഞ്ഞിട്ടില്ല പിന്നെയാണ്. അപ്പോൾ എന്തായാലും ചത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണില്ലെന്ന് മനസ്സിലായ നമ്മുടെ ആനിമലിന്റെ ഡാഡി അദ്ദേഹത്തിന്റെ കല്യാണത്തിന് സമ്മതം മൂളി. അങ്ങനെ ചേച്ചി വരുന്നു. ചേച്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ചേച്ചി ഒരു കാര്യം പറയുന്നത്. വാട്ട്? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ ഡാഡി ഒരു കള്ളക്കേസിൽ പെടുത്തിയിട്ട് ചേച്ചിയുടെ ചേച്ചിയെ റേപ്പ് ചെയ്ത ആളാണ് നമ്മളെ ആനിമലിന്റെ ഡാഡി. അപ്പോൾ അതിന്റെ പ്രതികാരത്തിനാണ് അണ്ണനെ പ്രേമിച്ച പോലെ അഭിനയിച്ചത്. പാവം അണ്ണൻ പിടി നിർത്തി നന്നായി വന്നപ്പോഴത്തേക്ക് ചേച്ചി ഒരുമാതിരി. പക്ഷെ അവസാനം തന്തയാണെന്ന് പോലും നോക്കാതെ ആ പ്രായമുള്ള മനുഷ്യനെ വലിച്ചുകൊണ്ട് പോയി ചേച്ചിയുടെ മുന്നിൽ നിർത്തി മാപ്പ് പറയിപ്പിക്കും. അവിടെ വെച്ച് ആ തന്ത പറയും അങ്ങേരല്ല അതൊന്നും ചെയ്തത് വേറെ കുറേ പേരാണെന്ന്. അപ്പോൾ ഇതുവരെ ആനിമൽ അവിച്ചതിൽ നിന്ന് ഇനി KGF പുഴുങ്ങിയതിലേക്കുള്ള ഒരു പരകായ പ്രവേശമാണ്. അതായത് നമ്മുടെ ഡാഡി പറഞ്ഞ കുറേ ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ചെറിയ നിസ്സാരപ്പെട്ട ആൾക്കാരാണ്. അതായത് ബംഗ്ലാദേശിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ, ടൂറിസ്റ്റ് മിനിസ്റ്റർ, അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ, പിന്നെ 1-2 ചെറിയ മിനിസ്റ്റർമാർ. ഇവരെല്ലാവരും കൂടി ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ ആനിമൽ തുണി പൊക്കി വെടിവെക്കും. ആ വെടിയൊക്കെ നടക്കുന്ന സമയത്ത് ആനിമലിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ സെക്യൂരിറ്റികളെ കണ്ടോ? അവരൊന്നും ആനിമലിൻ്റെ സെക്യൂരിറ്റികളല്ല, അതാണ്ട് ഈ വെടി കൊണ്ടുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുടെ സെക്യൂരിറ്റികളാണ്. പിന്നെ വെടി മാത്രമല്ല കേട്ടോ, അക്വാട്ടിക് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അത് നമ്മുടെ നരസിംഹത്തിനകത്ത് ലാലേട്ടനൊക്കെ കിടക്കുന്ന പോലെ PT ഡ്രില്ലിന് കൈ പൊക്കി പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ മേലോട്ട്. വാട്ട് എ ബ്രൂട്ടൽ മാൻ. അപ്പോൾ നമ്മുടെ ആനിമൽ തട്ടിയവരിൽ നമ്മുടെ മൂത്രേശ്വരൻ്റെ ഡാഡി ഉണ്ട്. ആൻഡ് മൂത്രേശ്വരൻ ഹാസ് ഹാഡ് ഇനഫ്. അങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് മൂത്രേശ്വരൻ പണ്ട് നാട് കടത്തി അവൻ്റെ സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള ബ്രദറിനെ തിരിച്ചു വരുത്തു. അങ്ങേറെ ഹിസ്റ്ററി ഇതിനേക്കാൾ ഗംഭീരമാണ്. അതായത് ഗേൾ ഫ്രണ്ടിൻ്റെ അമ്മയെ പരിചയപ്പെടാൻ പോയിട്ട് തള്ളയെ കയറി പിടിച്ചത് ചോദിക്കാൻ ചെന്ന മോളെ തട്ടിയിട്ട്, മോളെ തട്ടിയത് ചോദിക്കാൻ ചെന്ന തള്ളയും കാച്ചിട്ട്, അവസാനം ഒരു ആവശ്യമില്ലാതെ അവിടെ പാല് കൊടുക്കാമെന്ന മിഷേൽ മനോഹരനെയും തട്ടിയിട്ട് പട്ടിയും പേടിപ്പിച്ച് സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ കോള് വരുന്നത്. പക്ഷെ അതവിടെ നടക്കുമ്പോൾ ആനിമൽ എന്തായാലും ചേച്ചിയുടെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് പറയും അണ്ണൻ എല്ലാവരെയും കൊന്നു, ഇനിയെങ്കിലും അണ്ണനെ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ചേച്ചി പറയും എനിക്ക് നിന്നെ വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ആനിമൽ ആണല്ലോ, അണ്ണൻ നൈസായിട്ട് കുറച്ച് സിഗ്മ കളിക്കാൻ നോക്കും. അണ്ണൻ പറയും ഞാൻ 2 മൈക്രോ സെക്കൻഡിൽ നിന്നെ മറക്കുമെന്ന്. അപ്പോൾ ചേച്ചി പുറകെ ഓടി ചെന്ന് കരഞ്ഞപേക്ഷിക്കും. അപ്പോൾ ആനിമൽ അലിയും. അണ്ണ അവളെ നമ്പാതെ നമ്പിനാൽ കണ്ട. അങ്ങനെ ആനിമൽ വീണ്ടും യഹലോക ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി. പിന്നെ അണ്ണൻ ഡിപ്രഷൻ കാണിക്കുന്ന വേറെ രീതിയിലൊക്കെയാണ്. അതായത് ബംഗ്ലാദേശ് ഹൈവേ പീക്ക് കവറിൽ റോൾസ് റോയ്സ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് മലന്ന് കിടന്ന് കരയും. പിന്നെ സമയം കിട്ടുമ്പോൾ കുറേ വെടിയും പൊട്ടിക്കും. എന്തായാലും ചേച്ചിയെ കൊല്ലാനെന്ന് പറഞ്ഞ് അണ്ണൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഡിം. അതേസമയം നമ്മുടെ ചേച്ചിയെ പിടിച്ചോണ്ട് വരാൻ വില്ലൻ ഓർഡർ ഇടും. ആ പിടിച്ചോണ്ട് വന്നവൻ ഇച്ചിരി മുറുകെ പിടിച്ചെന്ന് പറഞ്ഞ് അവൻ്റെ കൈ കടിച്ച് പറിച്ചെടുത്തന്നേ. എന്നിട്ട് ആ ചോര കൊണ്ട് തന്നെ കുറി തൊട്ടും. ആമാ നീ പറ്റിയ വാമ്പേർ. അങ്ങനെ വില്ലന് ചേച്ചിയായിട്ടുള്ള കല്യാണം ഫിക്സ്. അവിടേക്ക് 1 കണ്ണും 10 കണ്ണുമായിട്ട് നമ്മുടെ ആനിമൽ സാറിന്റെ എൻട്രി. പിന്നെ അങ്ങോട്ട് ചോരപ്പുഴ. അവിടെ വെച്ച് തന്നെ ജാക്ക് ഡാനിയൽസ് ഒഴിച്ച് വില്ലനെ കത്തിച്ചിട്ട് അണ്ണ അതിൽ നിന്ന് തന്നെ ബീഡി കത്തിക്കും. അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അല്ലേ, നീ 6 ആവണ്ടെന്നും പറഞ്ഞ് അണ്ണൻ ചേച്ചിയെ വെടിവെക്കും. ചാവാൻ നേരത്താണ് ചേച്ചി ആ സത്യം പറയുന്നത്. ചേച്ചിക്ക് ശരിക്കും അണ്ണനെ ഇഷ്ടമായിരുന്നു.
എടോ താൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. എന്തായാലും അണ്ണൻ അത് വലിയ ഷോക്കായി. ചേച്ചി ഡെഡ്, ചേച്ചിയെ കൊന്നതിന് അണ്ണൻ കിൽഡ്, പടം തീർന്നു. എന്തൊരു അനശ്വരമായ പ്രണയകഥയാണല്ലേ. ഇനി നിങ്ങൾ പറ, എങ്ങനെയുണ്ടായിരുന്നു കഥ? ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. എനിക്കറിയാം നിങ്ങൾക്ക് വിഷമമായല്ലേ. സന്തോഷം തരുന്നൊരു കാര്യം പറയട്ടെ. ചേട്ടാ